അതേ 7ാം ക്ലാസ് സ്കൂള് പഠനം പൂർത്തിയാക്കി പഠിക്കാൻ പോയതാണ്, മുതഅല്ലിമായതാണ്. സൗകര്യം കുറഞ്ഞപ്പോ ഇടക്കിടക്ക് ഉമ്മാനെ ഓർക്കുമ്പോ, പാപ്പാനെ ഓർക്കുമ്പോ, വീട്ടിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോ പഠനം നിർത്തിയിട്ട് പോകാമെന്ന് തോന്നിപ്പോയി. പക്ഷേ നിർത്താതിരിക്കാൻ കാരണം, ഒരു വഴിക്കെത്തിക്കാനുണ്ടായ കാരണം, ആ ഇൽമു പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞേക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് കേട്ടോ. ആ ഉമ്മ എന്നെ ഇൽമു പഠിക്കാൻ പറഞ്ഞേക്കുമ്പോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് ഏകദേശം 37 വയസ്സാണ്. അന്ന് 7ാം ക്ലാസ് സ്കൂളിൽ പാസ്സായപ്പോ മുതഅല്ലിമായി സാധുവായ എന്നെ ഇൽമു പഠിക്കാൻ പറഞ്ഞേച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ കവിളിൽ ഒരു മുത്തം തന്നിട്ട് പറഞ്ഞു, മോനെ, എത്ര പ്രയാസമുണ്ടായാലും നീ പഠനം പകുതിയിലാക്കിയിട്ട് മടങ്ങി വരാൻ പാടില്ല. കാരണം നീ അള്ളാന്റെ ദീനിന്റെ ഇൽമു പഠിക്കാൻ പോവാണ്. നീ ഇടക്ക് നിർത്തിവെച്ചാൽ പടച്ചറപ്പ് പൊറുക്കൂല്ലടാ. പിന്നെ നീ വേറെ ഏത് റൂട്ടിൽ പോയാലും ഇൽമു പകുതിയിലാക്കി വന്നവനാണെന്ന് പറഞ്ഞ് അള്ള നിന്റെ ജീവിതത്തിലെ ബറക്കത്ത് തന്നെ ഇല്ലാതെയാക്കി കളയോ. മുതഅല്ലിമുകളെ, ഇപ്പോഴും എനിക്കറിയാം, അതേ ബഹ്റൈനിൽ ഒരു ഡോക്ടറുണ്ട്. നിങ്ങളെ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹവും ഞങ്ങളും ഒന്നിച്ച് കഴിഞ്ഞ 1-2 മാസം മുമ്പ് അതാ ഞങ്ങൾ ഈജിപ്തിൽ സിയാറത്തിന് പോയി, ജോർഡാനിൽ സിയാറത്തിന് പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ എന്നും നിങ്ങളെ വാല് കേൾക്കും, എന്നിട്ട് എനിക്ക് കുറെ ദുആ ചെയ്ത് തരും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ബാപ്പ വലിയ മൊയ്ലിയാരാണ്, ആ ഡോക്ടർ MBBS ഡോക്ടറാണ്. അദ്ദേഹം എന്നോട് പറയാണ്, എൻ്റെ ബാപ്പ വലിയ മൊയ്ലിയാരാണ്, കുറെ കാലം ദർസ് നടത്തിയ ഉസ്താദാണ്. എൻ്റെ ബാപ്പക്കൊരാഗ്രഹം, ആൺകുട്ടികളിൽ എന്നെ ഒരു മൊയ്ലിയാരാക്കണമെന്ന് വല്ലാത്ത ഒരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബാപ്പ പഠിക്കാൻ ഒരു ദർസിൽ കൊണ്ടുപോയി ചേർത്തി. പക്ഷേ ഞാൻ തരികിട കാണിച്ചവിടെ നിന്ന് വന്നു. ഞാൻ പഠനം പൂർത്തിയാക്കിയില്ല, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇടയ്ക്ക് പഠിപ്പങ്ങ് നിർത്തിയിട്ട് ഞാൻ മടങ്ങി വന്നു. എന്നിട്ട് ഞാൻ അതാ ഈ പഠിപ്പ് പഠിച്ചു. എന്നിട്ട് ഞാനൊരു ഡോക്ടറായി. ഇപ്പൊ ബഹ്റൈനിൽ എനിക്ക് നല്ല ശമ്പളമുണ്ടെങ്കിലോ ഈ ഡോക്ടർ പറയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ബറക്കത്ത് കുറവുണ്ട് ഉസ്താദേ. ശമ്പളത്തിനൊരു കുറവില്ല, വലിയ വീടുണ്ട്, വാഹനമുണ്ട്, കുടുംബമുണ്ട്, നല്ല കൈ നിറയെ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ എന്തോ ബറക്കത്ത് കുറവാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറയാണ്, അത് ഞാൻ മനസ്സിലാക്കി, അതിന് ഒരുപാട് പരിഹാരം ഞാൻ നോക്കിയെങ്കിലും നടക്കണില്ല. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ കരുതി ഉറപ്പിച്ചു, ആ ബറക്കത്ത് കുറയാനുള്ള കാരണം എൻ്റെ ബാപ്പ എന്നൊരു മൊയ്ലിയാരാക്കാൻ നോക്കിയപ്പോ ഇടയ്ക്ക് വെച്ച പഠനം നിർത്തിയിട്ട് ഞാൻ മടങ്ങി വന്നില്ലേ, അതിൻ്റെ ബറക്കത്ത് കുറവാണ്. ഓ മുതഅല്ലിമുകളെ, അതുകൊണ്ട് പഠിക്കാൻ എല്ലാവരും പോകും, പഠനം പൂർത്തിയാക്കുന്നവരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ പ്രയാസം വന്നാലും നല്ല ക്ഷമയോടുകൂടെ പടച്ച റബ്ബ് എല്ലാവർക്കും ഈ അവസരം നൽകൂല. നിങ്ങളെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന എത്ര ആളുകളുണ്ട്, കോളേജിൽ പഠിക്കുന്ന എത്ര ആളുകളുണ്ട്, അവർക്ക് ഇതുപോലെ തലപ്പാവ് തലയിൽ വെച്ചുകൊണ്ട് നടക്കാനുണ്ടോ, തൊപ്പി തലയിൽ വെച്ച് നടക്കാനുണ്ടോ? ഇല്ല. പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും അതിനവസരം തന്നു. അത് വലിയ ഭാഗ്യമാണ്, അതൊരു ചെറിയ വിഷയമല്ല. ആ റബ്ബ് അതിന് നമുക്കൊരവസരം തന്ന് ഞങ്ങളത് സ്വന്തം വേണ്ടാന്ന് വെച്ചാൽ ജീവിതത്തിൽ ബറക്കത്തില്ലാതെയായി പോകുമെന്ന് പറയേണ്ടതുണ്ടോ? അപ്പൊ ഇൽമു പഠിക്കുമ്പോ എനിക്കും തോന്നി, ഇടക്ക് വീട്ടിലത്തെ സൗകര്യമൊന്നും ദർസിലില്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയാലോ. അപ്പോഴൊക്കെ ഓർമ്മ വരിക ഉമ്മാന്റെ ഈ മുത്തം തന്നതാ. ഉമ്മ ഇങ്ങനെ കവിളിൽ ഒരു മുത്തം തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എത്ര വിഷമുണ്ടെങ്കിലും തിരിച്ചു തരാൻ പാടില്ല എന്നാണ്.
ഇന്ന് ആ ഉമ്മാക്ക് എന്തൊരു സന്തോഷമാണ്. ഇവിടെ വന്നപ്പോഴും ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങളെ കൊളപ്പുറത്തേക്ക് കാറിൽ വരുമ്പോ ഉമ്മ വിളിച്ചു ചോദിക്കാണ്, മോനെ ഇന്നത്തെ ലൈവില്ലേ? എന്തേ കാരണം? വാല് പറയുന്ന സ്വന്തം മക്കളുടെ വാല് കേൾക്കാൻ അവർക്ക് ജന്മം നൽകിയ ഉമ്മമാർക്ക് എന്തൊരു സന്തോഷമല്ലേ. ഇത് ഞാൻ എൻ്റെ അഹങ്കാരം പറയല്ലോ, പവർ പറയല്ല, പടച്ച റബ്ബ് തന്ന ഒരു ഔദാര്യമൊന്ന് പറഞ്ഞോനേയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയെല്ലാം ഞങ്ങളെക്കാൾ വലിയ സ്ഥാനത്ത് നീ എത്തിക്കണേ അല്ലാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കിരീടം ഖുർആൻ പഠിച്ച മക്കളുടെ തലയിൽ അല്ലാഹ് വെച്ച് കൊടുത്തിട്ട് ചോദിക്കാണ്, പോരേ എന്ന് ചോദിക്കും. പോരെ, ഇത് പോരേന്ന് ചോദിക്കും. ദുനിയാവിൽ ഖുർആൻ പഠിച്ചല്ലേ നിങ്ങള്, ഇത് പോരേന്ന് ചോദിക്കും. പോരേന്ന് ചോദിക്കുമ്പോ ഫയഖൂലു നഅം. ഈ കിരീടം കിട്ടിയത് തന്നെ വലിയ സംഗതിയല്ലേ, പിന്നെ അവിടുന്ന് ഒന്നും കൂടി വേണമെന്ന് ആരെങ്കിലും പറയോ? പറയൂല. നെയ്ച്ചോറും ബിരിയാണിയും മന്തിയും ഒക്കെ നന്നായി വയറ് നിറയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറും ചോറ് വേണമെന്ന് ചോദിച്ചാൽ വേണോ പറയോ? പറയില്ല. അതേ സമയത്ത് മന്തി പറ്റൂല, ബിരിയാണിയും പറ്റൂല, നെയ്ച്ചോറും പറ്റൂല. അങ്ങനെ ആവുമ്പോ അതൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കും, വെറും ചോറുണ്ടോന്ന് ചോദിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ, ഇത് കിട്ടിയിട്ടും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറും ചോറ് ചോദിക്കാം. അതേ സമയത്ത് ഇതൊക്കെ കഴിക്കാൻ പറ്റിയ ആളാണ്, ഒക്കെ നന്നായി കഴിക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് എന്ത് വെറും ചോറ്? ഈ കിരീടം കിട്ടിയ ഉടനെ ഇവർ പറയും, നാം അത് മതിയല്ല, ഇനി വേറൊന്നും വേണ്ടെന്നറിയും. പക്ഷേ ഉടനെ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, സിദുഹു യാ റബ്ബ്. എന്താ റബ്ബേ, ഇത്ര മാത്രാണോ? ഒന്നും കൂടി കൊടുത്തുകൂടെ? ഖുർആൻ പഠിച്ച മക്കളല്ലേ. അല്ലാഹു തആല വീണ്ടും അവർക്ക് ഒന്നും കൂടി ആദരവ് നൽകുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കാണ്, പോരെ? ഇവർ പറയും മതി എന്ന് പറയും. പക്ഷേ മലക്കുകൾ പറയും, പോരാ, കൊടുക്കൂ റബ്ബേ. ആ റബ്ബ് ഈ ഖുർആനിന്റെ ആളുകളോട് പറയും, എന്നാൽ വലത് കൈയൊന്ന് കാണിക്കൂ. ആ വലത് കൈയെ കാണിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ പൊരുത്തം മുഴുവനും അങ്ങ് കൊടുക്കുന്നു. ഇടത് കൈയെ കാണിക്കൂ. കാരണം കയ്യിൽ കിതാബ് പിടിച്ച കൈയാണത്, ഖുർആൻ പിടിച്ച കൈയാണത്. ഇടത് കൈയെ കാണിക്കൂ. മൊബൈല് കയ്യിൽ പിടിച്ച് അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തിയതല്ലല്ലോ, ഹറാമായ സീൻസുകൾ കണ്ടതല്ലല്ലോ, യൂട്യൂബിലൂടെ സിനിമ കണ്ട് രസിച്ചതല്ലല്ലോ, തോന്നിവാസം കണ്ടതല്ലല്ലോ. ഇത് കയ്യിൽ കിതാബ് പിടിച്ച് ഓതിയതാണ്. അതുകൊണ്ട് വലത് കയ്യെ കാണിക്കണേ, ഇടത് കയ്യെ കാണിക്കണേ. റബ്ബിനൊരാഗ്രഹമാണ് വലത് കയ്യെ കാണാൻ, ആ റബ്ബിനൊരാഗ്രഹമാണ് ഇടത് കയ്യെ കാണാൻ. എന്നിട്ടോ രണ്ട് കൈ നിറയെ പടച്ച റബ്ബിന്റെ പൊരുത്തം ഫുള്ളായിട്ട് അല്ലാഹു തആല കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് വീണ്ടും ചോദിക്കുന്നു, പോരേ? വീണ്ടും മലക്കുകൾ പറയാണ്, എന്താ റബ്ബേ പോരേ എന്ന് ചോദിക്കുന്നത്? എത്ര കൊടുത്താലും റബ്ബിന് അതേ തീർന്നു പോകൂലല്ലോ, കാലിയാകൂലല്ലോ. അല്ലാഹു തആല വലിയ പ്രകാശമാണ് നൽകുന്നത്. അവസാനം ഇവർക്കൊരു ആദരവ് എന്ന നിലക്ക് ആ ഖുർആൻ പഠിച്ച മക്കൾക്ക് അല്ലാഹു പ്രകാശം നൽകുന്നു. എന്തിന് തുല്യമായ പ്രകാശമാണ്, എന്തിന് സമാനമായ പ്രകാശമാണ്? മിഥല ശംസി, സൂര്യന് സമാനമായ പ്രകാശം. ആ പ്രകാശമുള്ള മക്കൾ, ഓ ബാപ്പാ, ഓ എൻ്റെ വാല കേൾക്കുന്ന AR നഗരിലെ ഉമ്മമാരെ, സഹോദരിമാരെ, അതാ ബാപ്പ അവിടെ നിൽക്കുന്നുണ്ട്, ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ആ മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കേ നല്ല പ്രകാശിക്കുന്ന മലക്കുകളാണ് അവിടെ വരുന്നത്. അതെ, പ്രകാശിക്കുന്ന മക്കളാണ് അവിടെ വരുന്നത്.
ആരെ മക്കളാണ്? നിങ്ങളുടെ സ്വന്തം മക്കളാണ്. അതുപോലെ നിങ്ങൾ ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തിയ മുതഅല്ലിമുകളാണ്. ആ മക്കളെവിടെ വരുന്നു? ആ മക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് മലക്കുകളാണ്. എത്ര മലക്കുകളാണെന്നറിയുമോ? 70,000 മലക്കുകളാണ്. പടച്ച റബ്ബേ, കല്യാണത്തിന്റെ പേരില് പുതിയാപ്പിളയെ കാട്ടിക്കൂട്ടുന്ന തോന്നിമാസം കാണിച്ചിട്ട് ആനയിക്കുന്ന കാലമല്ലേ? ഓ ചെറുപ്പക്കാരാ, നിന്റെ കൂടെയുള്ള കൂട്ടുകാർ നിന്റെ കല്യാണ ദിവസം പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് തോന്നിവാസം കാണിച്ചിട്ട് ആനയിക്കുമ്പോ നിനക്ക് പടച്ച റബ്ബ് തന്ന നാക്കുകൊണ്ട് ഇതൊന്നും വേണ്ടടാ, ഇത് റബ്ബ് പൊറുക്കാത്തതാണ്, എന്റെ കല്യാണ ദിവസം ഇതൊന്നും പാടില്ല എന്ന് പറയാൻ തോന്നിയില്ലല്ലേ? നീ ചിന്തിച്ചു പോയി. കാണിക്കേണ്ട കോപ്രാട്ടീസുകൾ മുഴുവനും കാണിച്ചിട്ട് നിന്റെ കൂടെയുള്ള കൂട്ടുകാർ നിന്നെ അതേ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് തോന്നിവാസങ്ങൾ കാണിച്ച് ആനയിക്കുമ്പോ നിനക്ക് വലിയ സന്തോഷം തോന്നിയില്ലേ? ഇത് എന്ത് ആനയിക്കലാടാ ചെറുപ്പക്കാരാ? ഇതിനേക്കാൾ വലിയ ആനയിക്കുന്ന രംഗമാണ് നിന്നോട് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. അത് ഞാൻ എൻ്റെ സ്വന്തം വകയിൽ പറയുകയല്ലല്ലോ. ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ മക്കളെ ഉമ്മയും ബാപ്പയും മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കെ ഈ മക്കളെ 70,000 മലക്കുകൾ ചേർന്ന് ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, ഇൻതലിഖൂ ബിഹി ഇലൽ ജന്ന, ആ അടിമകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഫഅഅ്തൂഹു ബികുല്ലി ഹർഫിൻ ഹസന, അവർ ഖുർആൻ പഠിച്ച മക്കളല്ലേ, ഓരോ അക്ഷരത്തിന് പകരം ഓരോ നന്മകൾ കൊടുത്തോളൂ. വബികുല്ലി ഹസനത്തിൻ ദറജ, ഓരോ നന്മകൾക്ക് പകരം ഓരോ പദവി കൊടുത്തോളൂ. ഏത് പദവിയാണ്? മാ ബൈന ദറജതൈനി മസീറത മിഅതി ആം, ഓരോ 2 പദവികൾക്കിടയിൽ 1 വർഷക്കാലം നടന്നാൽ എത്തുന്ന വഴി ദൂരമുണ്ട്. അത്രയും വലിയ പദവികൾ കൊടുത്തോളൂ. ഏത് മക്കളെ കുറിച്ചാണ് ബാപ്പാ ഞാനിത് പറഞ്ഞത്? ഏത് മക്കളെ കുറിച്ചാണ് ഉമ്മ ഞാനിത് പറഞ്ഞത്? എനിക്കും നിങ്ങൾക്കും അവകാശം പറയാൻ ഖുർആൻ പഠിച്ച മക്കളുണ്ടോ? ഇൽമു പഠിച്ച മക്കളുണ്ടോ? ഇനി ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഖുർആൻ പഠിച്ച മക്കൾക്ക് മാത്രം കിരീടമല്ല. അവിടുന്ന് ബാപ്പ ആഗ്രഹിച്ചു പോയി, അവിടുന്ന് ഉമ്മ ആഗ്രഹിച്ചു പോയി. എന്റെ മകന്റെ തലയിൽ വലിയ കിരീടമുണ്ടല്ലോ, അവനായത് എന്നെ കൊണ്ടല്ലേ. കൊളപ്പുറത്ത് AR നഗരില് പള്ളിയിലെ ദർസ് നടക്കുമ്പോ ആ ദർസിൽ കൊണ്ടുപോയി ഞാൻ അവനെ ചേർത്തിയത് കൊണ്ടല്ലേ അവന്റെ തലയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കിരീടം കാണുന്നത്. ഉടനെ അല്ലാഹു തആല എന്ത് ചെയ്യും? യുജാഉ ബി അബവൈഹി, മലക്കുകളോട് പറയും, മലക്കുകളെ ഈ മക്കള് മാത്രം കുട്ടികൾ മാത്രം പോരല്ലോ, അവരാക്കി അവരെ ബാപ്പ എവിടെ, അവരെ ഉമ്മ എവിടെ? ഫയുഫ്അലു ബിഹിമാ മിനൽ കറാമതി മാ ഫുഇല ബിവലദിഹിമാ, സ്വന്തം മക്കളെ തലയിൽ കിരീടം വെച്ചു കൊടുത്തതുപോലെ അതിന് കാരണക്കാരായ ബാപ്പാന്റെ തലയിലും അതുപോലത്തെ കിരീടം വെച്ചു കൊടുത്തു. ഉമ്മാന്റെ തലയിലും അതുപോലത്തെ കിരീടം വെച്ചു കൊടുത്തു. എന്തിനാണ് ബാപ്പക്ക് അവിടെ ബഹുമാനം കിട്ടിയത്? എന്തിനാണ് ഉമ്മാക്ക് അവിടുന്ന് ബഹുമാനം കിട്ടിയത്? അത് ബാപ്പാന്റെ ബഹുമാനമല്ല, അത് ഉമ്മാന്റെ ബഹുമാനമല്ല.
ഹദീസിൽ തന്നെ കാണാം, തക്രിമതൻ ലി സ്വാഹിബിൽ ഖുർആൻ, ഈ ഖുർആൻ പഠിച്ച ഇൽമു പഠിച്ച മകന്റെ ബഹുമാനമാണ്. ആ മകനെ ബഹുമാനിച്ചിട്ട് പരലോകത്ത് മകന്റെ ബാപ്പാനെയും ബഹുമാനിക്കുന്നു, ഉമ്മാനെയും ബഹുമാനിക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ തലയിൽ കിരീടം വെച്ചു കൊടുക്കുന്നു. ഈ ബാപ്പാക്ക് തന്നെ വലിയ അത്ഭുതം തോന്നിപ്പോയി. എന്റെ തലയിൽ തെറ്റിയിട്ടാണോ റബ്ബേ ഈ കിരീടം വന്നുപോയത്? കാരണം അങ്ങനെ ഒരു തലയിൽ കിരീടം കിട്ടാൻ മാത്രം അർഹതപ്പെട്ടവനല്ലല്ലോ ഞാൻ. ഉടനെ ബാപ്പയും ഉമ്മയും ചോദിച്ചു, മിൻ ഐന ലനാ ഹാദാ, എവിടെന്നാണ് ഇപ്പൊ ഞങ്ങൾക്കിത് കിട്ടിയത്? ഉടനെ അല്ലാഹ് പറയാണ്, മലക്കുകൾ പറയാണ്, സംശയിക്കേണ്ട, ആള് മാറിയിട്ടൊന്നുമല്ല, അത് നിങ്ങളെ തലയിൽ തന്നെ വെക്കേണ്ട കിരീടമാണ്. അതെന്തേ കാരണം? ബിതഅലീമികുമാ വലദകുമൽ ഖുർആൻ, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ആ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹ് തന്ന ബഹുമാനമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സ്വന്തം മക്കൾ തന്നെ ആകണമെന്നില്ല, എന്നാലും സ്വന്തം മക്കളെ പോലെ സ്വന്തം പള്ളിയിലെ നാട്ടിലെ പള്ളിയിലെ ദർസ് നടക്കുമ്പോൾ ആ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകളെ സ്വന്തം മക്കളെ പോലെ കണ്ട്, അതേ ഉള്ളത് 2 മക്കളാണ്. അപ്പൊ കൊളപ്പുറം AR നഗറിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ 3ാമത്തെ മോനാണ്. അൽഹംദുലില്ലാഹ്, പെരുന്നാൾക്ക് 2 കുട്ടികൾക്ക് കുപ്പായം വാങ്ങുമ്പോ അതേ 3 കുപ്പായം വാങ്ങുന്നു. ചില വീട്ടിലെ ഉമ്മ ബാപ്പാനോട് പറയാണ്, 3 കുപ്പായം വാങ്ങണം, ദർസിൽ പഠിക്കുന്ന മൗലിയാരുട്ടിക്കും കൊടുക്കണം. മൗലിയാരുട്ടി എന്നാ പറയാ, മൗലിയാരുട്ടിക്കും കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, 2 മക്കളുള്ളവർ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമിനെ ഒരു മോനായി കാണുന്നു. അപ്പൊ 3 മക്കൾ. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ഷർട്ട് പീസ് കൊണ്ടുവരണം. മകൻ ഗൾഫിൽ നിന്ന് വരുമ്പോ മോനോട് ഉമ്മ പറയാണ്, മോനെ ഷർട്ട് പീസ് കൊണ്ടുവരണം, മൊയിലാരുട്ടിക്ക് കൊടുക്കാനാണ്. സുബ്ഹാന ജല്ല ജലാലു, അത്തറ് കൊണ്ടുവരണം, മൊയിലാരുട്ടിക്ക് കൊടുക്കാനാണ്. ഇതുപോലെ ആ മുതഅല്ലിം ലീവ് കിട്ടിയിട്ട് നാട്ടിൽ പോകുമ്പോ മുതഅല്ലിമിന്റെ കയ്യിൽ അതേ ബസ്സിന് പൈസ കൊടുക്കാനുണ്ടായേക്കും. എന്നാലും വീട്ടിലെ ബാപ്പ, ചില വീട്ടിലെ ബാപ്പ, ഭക്ഷണം നൽകുന്ന ബാപ്പ, അങ്ങനെയാണ് മൊയിലേരുട്ടി പറയൽ. അങ്ങനെയാണ്. ഇതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ചില വീട്ടിലെ ബാപ്പയാണ്, അതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ചില വീട്ടിലെ ഉമ്മയാണ്. ബാപ്പ എന്നാ പറയാ, ഉമ്മ എന്നാ പറയാ. കാരണം പോറ്റി വളർത്തുന്നത് ബാപ്പ തന്നെ, വളർത്തുന്ന ഉമ്മ തന്നെ. പണ്ഡിതന്മാര് പറഞ്ഞു, സ്വന്തം മക്കളല്ലെങ്കിലോ നാട്ടിൽ പഠിക്കുന്ന മുതഅല്ലിമുകള് സ്വന്തം മക്കളെ പോലെ കരുതിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് വേണ്ട സൗകര്യം ചെയ്ത് അവരെ വളർത്തിയ ചില വീട്ടിലെ ഉമ്മയും ബാപ്പയുമാണോ, അവർക്കും ആഖിറത്തിലും ഇതുപോലത്തെ കിരീടം തലയിൽ വെച്ചുപോയി. അവരത്ഭുതത്തോടെ ചോദിക്കാണ്, മിൻ ഐന ലനാ ഹാദാ, ഇതെവിടുന്നാ ഞങ്ങൾക്ക് ഈ കിരീടം? ഞങ്ങളെ മക്കളാരും മൊയ്ലാമാരായിട്ടില്ലല്ലോ. അപ്പൊ മലക്കുകൾ പറയും, നിങ്ങളെ സ്വന്തം മക്കള് മൊയ്ലാമാരായിട്ടില്ലെങ്കിൽ എന്തേ നാട്ടിലെ ദർസിൽ പഠിക്കുന്ന മൊയ്ലേരുട്ടിയെ നിങ്ങളെ മോനെ പോലെ കണ്ട് ഭക്ഷണം കൊടുത്ത് വളർത്തിയില്ലേ? അവർ പഠിക്കാൻ നിങ്ങളെ കാരണക്കാരായില്ലേ? അതിന് പകരം നിങ്ങളെ തലയിൽ കിരീടം വെച്ച് പോയി. ആകയാൽ അതുകൊണ്ട് മുതഅല്ലിമുകളെ വളർത്തിയവൻ ഒരിക്കലും നഷ്ടം വരാനില്ല, അവർക്കൊരിക്കലും ബറക്കത്ത് കുറയാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ദീനീ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് വഅദ് പറയാനുണ്ട്, എല്ലാം കൂടി ഒറ്റ ദിവസം വഅദ് പറയാൻ കഴിയില്ലല്ലോ. നല്ല സദസ്സാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിന്റെ ഐശ്വര്യവും തനിമയും ഒക്കെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടെ കുറേ വർഷങ്ങളായോ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഏകദേശം 9 വർഷക്കാലമായി എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഉസ്താദിനും
ഇവിടെ ഈ മഹത്തായ സംരംഭം വളരെ ഭംഗിയായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ദർസുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും ദർസുകളില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുത്തഅല്ലിമീങ്ങളുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ഉസ്താദ് വന്യരായ ശൈഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദ് ഇവിടെ വന്ന് ദർസ് തുടങ്ങി കൊടുത്തു എന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞു എന്നോട്. അപ്പോൾ ഉസ്താദ് ഞങ്ങളുടെ ക്ലാസ്സിലൊരു അനുഭവം പറഞ്ഞു. ക്ലാസ്സിലൊരു അനുഭവം, ഒരു നാട്ടിലെ ഒരു മഹല്ല് പ്രസിഡന്റ്, ഇവിടുത്തെ പ്രസിഡന്റ് ആരെന്ന് എനിക്കറിയില്ല, അള്ളാഹു താല ബർക്കത്തേട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരു നാട്ടിലെ ഒരു മഹല്ലിലെ ഒരു പ്രസിഡന്റ് മൂപ്പർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് ഒരു 25 മുത്താലിമുകളുള്ള ഒരു മുദരിസിനെ വേണമെന്ന്, ഒരു 25 കുട്ടികളുള്ള ഒരു മുദരിസിനെ വേണം. ഞങ്ങളുടെ നാട്ടിലെ മഹല്ലിലെ പള്ളിക്ക് മുദരിസാണ്. അപ്പം അതൊരു ഒന്നും അല്ലാത്തൊരു സമയത്താണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു 25 കുട്ടികളൊന്നുമില്ല, ഒരു 10 കുട്ടികളുള്ള ഒരു മുദരിസ് ഉണ്ട്. അപ്പം ഇപ്പം തൽക്കാലം അത് നിങ്ങൾ എന്താക്കുക ഒപ്പിക്കാന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, അല്ലാ ഞങ്ങളുടെ മഹല്ല് കുറച്ച് വലിയ മഹല്ലാണ്, അതുകൊണ്ട് ഒരു 25 മുത്താലിമുകൾ തന്നെ വേണം എന്ന് മൂപ്പർ വല്ലാതെ വാശി പിടിച്ചപ്പോൾ ഉസ്താദ് മൂപ്പരോട് ചോദിച്ചു, ആചാര്യ നിങ്ങൾക്ക് എത്ര മക്കളാന്ന് ചോദിച്ചു. ആചാര്യ നിങ്ങൾക്ക് എത്ര മക്കളെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പർക്ക് ചോദിച്ചപ്പോൾ വലിയ സന്തോഷം. അങ്ങനെ ഉണ്ടല്ലോ ഉസ്താദ്മാരൊക്കെ മറ്റുള്ളവരോട് എത്ര മക്കളെന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളെന്ന് ചോദിച്ചു. മൂപ്പർ പറഞ്ഞു, ഉസ്താദേ 10 മക്കളാണ്, 10 ആൺകുട്ടികളാണെന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പർ തന്നെ ഇങ്ങോട്ട് ഉസ്താദിനോട് പറഞ്ഞു, അതിൽ 9 ആളും അക്കരെ പോയിട്ടുണ്ട്. അക്കര എന്ന് പറഞ്ഞാൽ ഗൾഫ് എന്നാണ്, ഗൾഫിൽ പോയിട്ടുണ്ട്. ഒരുത്തൻ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ അവനും കൂടി ഒന്ന് അക്കരയിൽ എത്തിക്കിട്ടിയാല് അൽഹംദുലില്ലാ, പിന്നെ എനിക്കൊരു സമാധാനാണെന്ന് ഇയാൾ ഇങ്ങനെ ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉടനെ ഉസ്താദ് അവസരം മുതലാക്കിയിട്ട് ഈ ആചാര്യോട് ചോദിച്ചു, അല്ല ആചാര്യ 10 ആൺകുട്ടികൾ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട് അതിൽ 10 പേരെ നിങ്ങൾ ഗൾഫിൽ തന്നെ പറഞ്ഞയച്ചു എന്നല്ലാതെ ഒരു കുട്ടിയെ പോലും ഒരു മൊലരുട്ടിയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. 10 കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ പോലും ഒരു മൊലരുട്ടിയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ആ നിങ്ങളാണ് ഇപ്പൊ നിങ്ങളെ പള്ളിക്ക് 25 മുത്താലിമുകളുള്ള ഒരു മുദരിസ് വേണമെന്ന് വാശി പിടിക്കണ കൂട്ടത്തിൽ നിങ്ങൾ ഒരു കുട്ടിയും കൂടി ഒരു മൊയിലാരാണെങ്കിൽ മുത്താലിമാണെങ്കിൽ ഒരു 11 ആക്കായിരുന്നല്ലോ. അങ്ങനെ അത് നിങ്ങൾ ചിന്തിക്കണില്ലല്ലോ. വിഷയം ശരിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആഖിറത്തിൽ ഞാനിപ്പോ പറഞ്ഞില്ലേ, കിരീടം വെച്ച് കൊടുക്കണ മക്കൾ അല്ലാഹു ഞങ്ങൾക്ക് വേണം. അപ്പൊ പല നാടുകളിലും ദർസുകളൊക്കെ ഇല്ലാതെയാകുമ്പോ ഈ നാട്ടിൽ അൽഹംദുലില്ലാ ചെറിയ വിഷയമാണോ റബ്ബേ 85 എന്ന് പറഞ്ഞാല് ഇക്കാലത്തൊക്കെ ഒരു പള്ളിയിൽ 80 കുട്ടികളുള്ള ദർസ്. ഞാൻ എന്നാളൊരു സ്ഥലത്ത് വാതിന് പോയപ്പോ അവിടെ വലിയൊരു ഉസ്താദ് മൂപ്പനോട് ചോദിച്ചു, എത്ര കുട്ടികളുടെ ദർസിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 50 കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോ 500 കുട്ടികളുടെ സ്ഥാനത്താണ് അതെന്ന് പറഞ്ഞു മൂപ്പർ. ഇക്കാലത്ത് 50 കുട്ടികളുണ്ടായാൽ അപ്പോ 80 മുത്താലിമുകൾ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ഒരു ദർസിൽ 1000 കുട്ടികളുള്ള സ്ഥാനത്താ. അങ്ങനെയാണ് ഈ കാലത്ത് പോലും അൽഹംദുലില്ലാ. അതുകൊണ്ട് ഞാൻ നാട്ടുകാരായ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നിച്ചു ദുആ ചെയ്യാം. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ ദീനി ഐശ്വര്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ഇതെല്ലാം ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്, ദുനിയാവിലേക്കുള്ള സമ്പാദ്യമല്ല, ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, وقال الذين كفروا ربنا أرنا الذين أضلنا من الجن والإنس نجعلهما تحت أقدامنا ليكون من الأسفلين. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അത് സ്വലാത്ത് തന്നെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉള്ള സ്വലാത്ത് അതിനേക്കാളും വലിയ കൂട്ടുകാരനില്ല. സ്വലാത്ത് കൊണ്ട് പാപം പൊറുക്കപ്പെടും, സ്വലാത്ത് കൊണ്ട് ഖൽബ് നന്നാകും. അസൂയയില്ലാത്ത മനസ്സ് വേണം, വിദ്വേഷമില്ലാത്ത മനസ്സ് വേണം, വൈരാഗ്യമില്ലാത്ത മനസ്സ് വേണം. ഓ ഉമ്മമാരെ, സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം പോരാ, സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം പോരാ.
ആ സ്വലാത്ത് റബ്ബ് സ്വീകരിച്ച രൂപത്തിലുണ്ടോ എന്നറിയണമെങ്കിൽ ആ സ്വലാത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവനാണോ അവന് ഹറാമ് കാണാൻ തോന്നൂല, ഹറാമ് സംസാരിക്കാൻ തോന്നൂല, ഹറാമ് കേൾക്കാൻ തോന്നൂല, ഹറാമ് ചിന്തിക്കാൻ തോന്നൂല. അവന്റെ സ്വലാത്തെ അവന് ഫലത്തിന് വരുള്ളൂ. ഇതങ്ങനെയല്ല. ഞങ്ങളെ നാടുകളിലൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കണത്. നന്നായി സ്വലാത്ത് ചൊല്ലോ, പക്ഷേ സ്വന്തം മരുമകളെ കണ്ടുകൂടാ. സുബ്ഹാനല്ലാഹ്, മകന്റെ ഭാര്യയെ കണ്ടുകൂടാ. ഭർത്താവിന്റെ ഉമ്മാക്ക്, ആ ഉമ്മാക്ക് സ്വന്തം മകന്റെ ഭാര്യയെ കണ്ടുകൂടാ. മരുമകൾക്കോ, മരുമകൾ നന്നായി സ്വലാത്ത് ചൊല്ലോ, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലോ, പക്ഷേ സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ കണ്ടുകൂടാ. ഇതുപോലെ ജനങ്ങൾ സ്വലാത്ത് ചൊല്ലോ, പക്ഷേ അയൽവാസിയെ കണ്ടുകൂടാ, കൂടപ്പറപ്പിനെ കണ്ടുകൂടാ. എന്ത് സ്വലാത്ത് ജനങ്ങളെ! ആ സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ടുണ്ടാകേണ്ടുന്ന നേട്ടങ്ങളാണ്. ഖൽബ് നന്നാകും, ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഖൽബ് നന്നായിട്ടുണ്ടോ രക്ഷപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് സ്വലാത്ത് ഞാൻ ചൊല്ലി, അൽഹംദുലില്ലാ. നേരത്തെ പലരോടും എനിക്ക് വൈരാഗ്യമാണിരുന്നു. ഇപ്പൊ അവരെ കാണുമ്പോ അവരെ അരികിൽ പോയി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്നാണോ? സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ ഖൽബ് നന്നായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നല്ലതും ചീത്തയും ഒരുപോലെയല്ലല്ലോ. ഖുർആൻ പറയാണ്, ഇത് ഞാൻ എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പ്രത്യേകിച്ച് പറയാണ്. നല്ലതും ചീത്തയും ഒരുപോലെയല്ലല്ലോ. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. നല്ലതും ചീത്തയും ഒരുപോലെയല്ല. നല്ലത് നല്ലതാണ്, ചീത്ത ചീത്തയാണ്. നല്ലതും ചീത്തയും ഒരുപോലെയല്ല. നല്ല സ്ഥാനത്ത് ചീത്ത വരൂല, ചീത്തയുടെ സ്ഥാനത്ത് നല്ലത് വരൂല. നല്ലതും ചീത്തയും ഒരുപോലെയല്ല. അൽഹംദുലില്ലാ, തങ്ങളവരുകൾ നമ്മുടെ സ്ഥലത്തെത്തി. അല്ലാഹു തആല അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പം ഞാനും നിർത്താൻ വേണ്ടി തങ്ങളെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ വൈലത്തൂർ തങ്ങളുപ്പാപ്പാൻ്റെ പ്രിയപ്പെട്ട മകൻ നമുക്ക് ഇവിടെ ഈ വേദി ഉദ്ഘാടനം ചെയ്തു തന്നു. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ഉപദേശവും ദുആയും ഒക്കെ ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാകേണ്ടുന്നത് മനസ്സിനാണ്. കൗണ്ടർ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതിനായിരക്കണക്കിന് കണക്കുണ്ടാവും, ലക്ഷങ്ങൾ കണക്കുണ്ടാകും, കോടികളുടെ കണക്കുണ്ടാകും. പക്ഷേ ആ കോടികളുടെ കണക്കുണ്ടായത് കൊണ്ട് മാത്രമായില്ല. ലക്ഷങ്ങളുടെ കണക്കോ ആയിരങ്ങളുടെ കണക്കുണ്ടായാൽ മാത്രമായില്ല. അത് ചൊല്ലിയിട്ട് ഖൽബൊന്ന് നന്നാകണം. നല്ല ചിന്തയോടെ സ്വലാത്ത് ചൊല്ലണം. അത് ചൊല്ലിയിട്ട് ഖൽബൊന്ന് നന്നാകണം. ഏതുവരെ എത്തണം? ഖുർആൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകമായ സ്വഭാവം. ആ സ്വഭാവത്തേക്ക് നമ്മുടെ ഖൽബെത്തണം. ആരിങ്ങോട്ട് എന്ത് ചെയ്താലും നല്ലതുകൊണ്ട് മാത്രം അങ്ങോട്ട് പ്രതികരിക്കാനുള്ളൊരു മനസ്സ്, ആ മനസ്സാണ് സ്വലാത്ത് കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം എന്താണ്? വൈരാഗ്യത്തെ വൈരാഗ്യം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല.
ശത്രുതയെ ശത്രുത കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അരിശത്തെ അരിശം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ദ്വേഷത്തെ ദ്വേഷം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം. അതുകൊണ്ടല്ലേ ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കിയ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്രമിക്കാൻ വന്നവർ പോലും അതേ സ്നേഹം സ്വീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് അതേ നിങ്ങൾ അതാ ആ വിദ്വേഷത്തെയും വൈരാഗ്യത്തെയും നല്ലതുകൊണ്ട് പ്രതികരിച്ചാൽ, അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ട് സ്നേഹം പ്രകടിപ്പിച്ചാൽ ഒരിക്കലും അതാ എത്ര വലിയ ശത്രുവാണെങ്കിലും കഅന്നഹു വലിയുൻ ഹമീം നിങ്ങളെ ഒരു ചങ്ങാതിയെ പോലെയായി തീരൂ. അതുകൊണ്ട് ഉമ്മമാരെ, മരുമകൾ എത്ര കണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്നുവെങ്കിലും അത്ര കണ്ട് ആ മരുമകളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞുവോ, പിന്നീട് അവളിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കോ? ഓ സഹോദരിമാരെ, സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മ എത്ര കണ്ട് നിങ്ങൾക്ക് വെറുപ്പ് കാണിക്കുന്നുവെങ്കിലോ ആ ഭർത്താവിൻ്റെ ഉമ്മക്ക് നിങ്ങൾ സ്നേഹം കൈമാറിക്കൊടുത്താൽ ആ ഉമ്മ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങൂ. അത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷേ ആരെങ്കിലും ഞങ്ങളെ വെറുത്താൽ എല്ലാരെയും അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയില്ല. അതും കൂടി ഖുർആനിൽ സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹ് പറയാണ്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു നല്ല ക്ഷമയുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അദീം അതേ നല്ല ഭാഗ്യം സിദ്ധിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അതിന് സാധിക്കുകയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു ഇന്നത്തെ വാദം നിർത്തുന്നു. എൻ്റെ മോമിനീങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി. ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പാൻ്റെ സംസാരം നടക്കാനുണ്ട്. നമുക്ക് വേണ്ടി നല്ല ദുആ ചെയ്ത് തിരികെയും ചെയ്യും. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ജമാദിൽ ഊല മാസമാണ്. സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ളതായാർ ഇതാരെന്ന് കേട്ടോവർ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. ഗർഭത്തിലുള്ള സമയം തന്നെ മകനോ മകളോ എന്ന് ചർച്ച വന്നപ്പോ മകനാണ് അഹ്മദുൽ കബീർ എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അത്രയും വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്. ശരീഅത്തുമുണ്ട്, ത്വരീഖത്തുമുണ്ട്, ഹഖീഖത്തുമുണ്ട്, എല്ലാവുമുണ്ട്. പക്ഷേ ത്വരീഖത്തിനേക്കാൾ ഹഖീഖത്തിനേക്കാൾ ഒന്നാമതായി ശരീഅത്ത് തന്നെയുണ്ട്. അതാണ് റിഫാഴി മാലയിൽ പറഞ്ഞത്, ബയ്യാൽ ശരീഅത്തും ബഗവേ ത്വരീഖത്തു ബലിമാ ഹഖീഖത്തു. എൻ കയ്യിൽ എന്നോവർ, എൻ്റെ കയ്യിൽ ത്വരീഖത്ത് മാത്രമല്ല ഹഖീഖത്ത് മാത്രമല്ല. ത്വരീഖത്ത് രണ്ടാമതായിട്ടാണ്, ഹഖീഖത്ത് മൂന്നാമതായിട്ടാണ്. ഒന്നാമതായിട്ടുള്ളതോ ബയ്യാൽ ശരീഅത്തോ, എൻ്റെ കയ്യിൽ ഒന്നാമതായിട്ടുള്ളത് ദീനിൻ്റെ ശരീഅത്താണ്. ശരീഅത്ത് വിട്ടിട്ടൊരു ത്വരീഖത്തുമില്ല, ഒരു ഹഖീഖത്തുമില്ല.
ഔലിയാക്കൾ അങ്ങനെയല്ലേ? ഇത് റിഫായി ശൈഖ് തങ്ങളെ മാസമായത് കൊണ്ട് ഞാൻ അതെന്ന് പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ടല്ലേ മഹാനവരികൾ പറഞ്ഞ ഒരു ആശയം റിഫായി മാലയിൽ കാണാം, ആരുണ്ടാതെന്നോട് ഹാജത്ത് തേടുവാൻ, ഹാജത്ത് അവർക്ക് ഞാൻ വീട്ടും അതെന്നോവർ. എന്നോട് ഹാജത്ത് തേടിയാൽ ഞാൻ വീട്ടിത്തരും. ഔലിയാക്കൾക്ക് അല്ലാഹുവിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഉമ്മമാരെ, ജമാദിൽ ഊല മാസമാണ്. അതുകൊണ്ട് നിങ്ങള് അതെ, ഇനി ഷെയ്ഖ് റിഫായി ക്യാമ്പയിനാണ്. ഷെയ്ഖ് റിഫായി ക്യാമ്പയിൻ ഈ 1 മാസക്കാലം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം ഒരു പേര് വെച്ചിട്ട് നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങളെ വീട്ടിൽ ഇനി 1 മാസക്കാലം അല്പാൽപ്പം ഓരോ ദിവസവും റിഫായി മാല ആലപിക്കണേ ഉമ്മമാരെ. എന്നിട്ടോ 3-4 ദിവസം കൊണ്ട് റിഫായി മാല പൂർത്തിയാക്കണോ. ഇതുപോലെ ഓരോ ദിവസവും അല്പാൽപ്പം റിഫായി റാത്തീബുണ്ടല്ലോ, എന്നും അത് ചൊല്ലി തീർക്കാൻ പ്രയാസമായേക്കും. എന്നാലും അല്പാൽപ്പം ഒരാഴ്ച കൊണ്ട് റിഫായി റാത്തീബ് തീർക്കുക, അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് റിഫായി റാത്തീബ് ചൊല്ലി തീർക്കുക. അങ്ങനെ ഈ റിഫായി ശൈഖ് തങ്ങളെ മാസത്തിൽ റിഫായി മാലയും റിഫായി റാത്തീബും അതെല്ലാം നിങ്ങൾ കൊണ്ടുവരണേ, പതിവാക്കണേ. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവരികൾ അദ്ദുറുൽ മൻലൂദ് എന്ന കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബനു ഇസ്രായേൽ കാലത്ത് ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു തെമ്മാടിയായി വിലയിരുത്തി. അങ്ങനെ ആ മയ്യത്ത് ജനങ്ങൾ അതേ അഴുക്കുകളെല്ലാം വലിച്ചെറി കൊണ്ടുപോയി കളയുന്ന സ്ഥലത്ത് ഈ മയ്യത്തിനെ വലിച്ചെറിഞ്ഞു. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വഹി അറിയിച്ചു. മൂസാ നബിയെ അലൈഹിസ്സലാം, ആ മയ്യത്തിന്റെ അരികിൽ നിങ്ങൾ പോകണം. അൻഗസ്സിൽഹു വസല്ലി അലൈഹി, ആ മയ്യത്തിനെ നിങ്ങൾ കുളിപ്പിക്കണേ മൂസാ നബിയെ അലൈഹിസ്സലാം. ആ മയ്യത്തിന്റെ മേൽ നിങ്ങൾ നിസ്കരിക്കണേ മൂസാ നബിയെ അലൈഹിസ്സലാം. എന്നിട്ട് അല്ലാഹു പറയാണ്, കാരണം ജനങ്ങളെല്ലാം അത് ചെയ്യാൻ കാരണം ആ മനുഷ്യൻ ഒരു തെമ്മാടിയായി ജീവിച്ചത് കൊണ്ടായേക്കോ. പക്ഷേ ആ മനുഷ്യന്റെ എല്ലാ പാപം ഞാൻ ആ മനുഷ്യന് പുറത്തു കൊടുത്തു മൂസാ നബിയേ. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, വബിമദാലിക, ഇത്രയെല്ലാം തെറ്റുകൾ ചെയ്തിട്ട് പോലും എന്തേ റബ്ബേ നീ ആ മനുഷ്യന് പാപം പൊറുക്കാൻ കാരണം? ഉടനെ ആ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയാണ്, ഇന്നഹു ഫതഹ തൗറാത്ത യൗമാ, ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു? തൗറാത്ത് കയ്യിൽ പിടിച്ച് തുറന്നു നോക്കി. ഫവജദ ഫീഹാ ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരങ്ങ് കണ്ടപ്പോൾ ഫസ്വല്ലാ അലൈഹി, ഒരൊറ്റ സ്വലാത്തേ ചൊല്ലിയിട്ടുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ആ തൗറാത്തിലങ്ങ് കണ്ടപ്പോ ഒരു സ്വലാത്തങ്ങ് ചൊല്ലിയതാണ് മൂസാ നബിയെ. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഫഗഫർതു ലഹു ബിദാലിക, ആ മനുഷ്യന് ഞാൻ എല്ലാ പാപവും പുറത്തു കൊടുത്തു മൂസാ നബിയെ അലൈഹിസ്സലാം. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദുറുൽ മൻലൂദിൽ ഈ സംഭവം രേഖപ്പെടുത്തി. അതുകൊണ്ട് സ്വലാത്ത് ക്യാമ്പയിന് പ്രത്യേകം ഒരു പേരിലുള്ളത് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും സ്വലാത്ത് അവസാനിക്കൂല, സ്വലാത്ത് ചൊല്ലുന്നത് അവസാനിക്കൂല. ഇനി സ്വലാത്ത് എണ്ണം വെച്ച് ചൊല്ലാൻ അടുത്ത റബീഉൽ അവ്വൽ കാത്തിരിക്കണ്ട ഉമ്മമാരെ, സഹോദരിമാരെ, വീണ്ടും വീണ്ടും ചൊല്ലുക, സ്വലാത്ത് അധികരിപ്പിക്കുക.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പ്രത്യേകം അധികരിപ്പിക്കുക. അതിൻ്റെ മഹത്വങ്ങളെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്നിട്ടോ നല്ലവരായി ആ സ്വലാത്തിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് കാണണോ. എന്നിട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല തവണ, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും സ്വപ്നം കാണണം. അതിന് അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ ഒരു നല്ല വെളിച്ചം ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ നീ നിലനിർത്തണേ അല്ലാ. ലക്ഷങ്ങൾ സ്വലാത്ത് ചൊല്ലി, സുബ്ഹാനല്ലാഹ്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഓരോരുത്തരും അതിൻ്റെ എണ്ണവും മറ്റും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഖൈറും ബറക്കത്തും നീ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കാണിച്ചു തരണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപം പൊറുക്കണേ അല്ലാ. ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഒരാളോടും പിണങ്ങാത്ത മനസ്സ് നൽകണേ അല്ലാ. വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നല്ല വിശാലമായ പ്രകാശിക്കുന്ന ഖൽബാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ഉപദേശവും ദുആയും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഞങ്ങളെ ദർസിലെ ഇവിടുത്തെ ദർസിലെ വിദ്യാർത്ഥികൾ അവരാണ് ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകർ. അതിന് നാട്ടുകാരായ നിങ്ങളെല്ലാവരും സഹായിച്ചു, സഹകരിച്ചു, കൈകോർത്തു. നേരത്തെ ഉസ്താദ് അവരുകൾ, ബാക്കവി ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇത് സദസ്സിൽ വെച്ചൊരു പിരിവൊന്നും ഉണ്ടാക്കാറില്ല. കേട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഞാൻ ഇന്നലെയും പിരിച്ചിട്ടുണ്ട്, ഞാനും പിരിച്ചിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ ദിവസം പിരിച്ചു. അങ്ങനെ ഇവിടെ അൽഹംദുലില്ലാ ഉസ്താദ് പറഞ്ഞു, നാട്ടുകാരൊക്കെ ഖബറിൽ അവർ സ്വതക്കകൾ നൽകും. അൽഹംദുലില്ലാ. അതുകൊണ്ട് പ്രത്യേകം ഇതിനു വേണ്ടി ഒരു പിരിവ് നടത്താറില്ല, പരിപാടി സ്ഥലത്തും പിരിവ് നടത്താറില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടാണ്, സഹകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം വരാത്തത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരുമായിരുന്നു. നിങ്ങൾ അകമഴിഞ്ഞ് മനസ്സെറിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാ അങ്ങനെ ഒരു ആവശ്യം വരാത്തത്. അങ്ങനെ ഈ വിദ്യാർത്ഥികൾ അതിങ്ങനെ നടത്തുന്നു. എത്രയോ കാലങ്ങളായതിങ്ങനെ നടന്നു വരുന്നു. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അത് ഒരു കാരണം ആവുക. മന്ദല്ല അലാ ഖൈറിൻ, ഹദീസിലില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരു ഖൈറിന് ഒരാൾ ഒരു കാരണക്കാരനാവും, അറിയിച്ചു കൊടുക്കുക. അങ്ങനെ പ്രത്യേകം ഒരു ക്യാമ്പയിന് സംഘടിപ്പിച്ചാൽ പിന്നെ ഒരു പ്രത്യേക ആവേശമുണ്ടാകും. അങ്ങനെ പ്രത്യേകം സ്വലാത്ത് ചൊല്ലും. അങ്ങനെയാണ് ഏകദേശം 2 കോടിയിലേറെ സ്വലാത്തുകളാകാൻ കാരണം അതാണ്. അല്ലെങ്കിൽ അതങ്ങനെ ആവില്ല. അൽഹംദുലില്ലാ. അത് എല്ലാം കൂട്ടമായി സമർപ്പിച്ച് ദുആ ചെയ്യുമ്പോൾ അതിൽ എത്രയോ നല്ലവരുടെ സ്വലാത്തുകൾ ഉണ്ടാകും. എല്ലാവരും ഒരുപോലല്ലല്ലോ. എന്നെക്കാൾ നല്ലവരാണ് നിങ്ങൾ, നിങ്ങളെക്കാൾ നല്ലവരാണ് നിങ്ങളിൽപ്പെട്ട ചിലർ, നിങ്ങളിൽപ്പെട്ട ചിലർ ചിലരെക്കാൾ നല്ലവരാണ്. അങ്ങനെ പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളിലുമുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെ സ്വലാത്ത് ഒരുമിച്ചുകൂടി ആ സ്വലാത്തുകൾ മുന്നിൽ വെച്ച് ഏറ്റവും വലിയ തവസ്സുൽ, അമ്പിയാക്കളെ കൊണ്ട് തവസ്സുലുണ്ട്. അതിലേറ്റവും അടിസ്ഥാനം അത്തവസ്സുലു ബിൽ അഅ്മാലി സ്വാലിഹ, സ്വാലിഹായ അമലുകളെ കൊണ്ടുള്ള തവസ്സുലാണ്. അത് ഹദീസിൽ തെളിവുള്ളതാണ്. ഏറ്റവും വലിയ സ്വാലിഹത്തായ അമലാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇല്ല. അതിനേക്കാളും വലിയ സ്വാലിഹായ അമൽ വേറെ ഏതാണുള്ളത്? അപ്പം അത് മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ ഫലം ഉണ്ടാകും. ഞാൻ ചെമ്മാട്ടിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് മമ്പുറത്ത് പോകാറുണ്ട് സിയാറത്തിന്. മമ്പർ അവിടെ അടുത്താണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ,